Hello everyone. Hello. Welcome to Travel Tips. Yet another episode of What's Around Bangalore. അപ്പോൾ ഇന്ന് നമ്മൾ ഗണ്ടിക്കോട്ടേക്കാണ് പോകുന്നത്. ഗണ്ടിക്കോട്ട ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ്. അതെ, ഇന്ത്യയിലെ ഗ്രാൻഡ് കനിയൻ എന്നറിയപ്പെടുന്ന ഗണ്ടിക്കോട്ടയിലേക്ക്. അപ്പോൾ ഒന്ന് ഗണ്ടിക്കോട്ടേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഗണ്ടിക്കോട്ടേക്കുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ ഇപ്രാവശ്യം ട്രാവൽ ചെയ്യുന്നത് ഐഷു, അനന്തു ആൻഡ് ഓഫ് കോഴ്സ് TK. നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്രാവശ്യം ഗണ്ടിക്കോട്ടേക്ക് പോകുന്നത്. നമ്മൾ 8 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു. 10 മണിയായി. അല്ല, ഇറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് ഗണ്ടിക്കോട്ട വരുന്നത് ഏകദേശം ഒരു 285 കിലോമീറ്ററാണ്. നമ്മൾ ആദ്യം ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു ഡീറ്റോർ എടുത്ത് പിന്നെ നമ്മൾ ഇന്നർ ആന്ധ്രാപ്രദേശിൻ്റെ കൂടെയാണ് മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുക. ഇത് ആക്ച്വലി ഹൈദരാബാദ് ബാംഗ്ലൂർ റോഡാണ്. നമ്മൾ ഇവിടെ മുന്തിരിയുടെ സീസണാണ്. അപ്പോൾ റോഡ് സൈഡിൽ നോക്കിയ മുന്തിരിത്തോട്ടം. മറ്റേ പച്ചമുന്തിരി അല്ലേ? ആ, ഫുള്ള് പച്ച. ഹായ്, നമ്മുടെ മറ്റേ പച്ചമുന്തിരി കിസ്മിസ് ഒക്കെ ഉണ്ടാക്കുന്ന മുന്തിരി പോലെ. എല്ലാം പച്ചയുണ്ട്, ഒന്നും ആയിട്ടില്ല. എല്ലാം പച്ചയാണ്, ഒന്നും ആയിട്ടില്ല. ചെറിയ തോട്ടല്ലേ, നിറയെ മുന്തിരി ഉണ്ട്. നമ്മള് ആക്ച്വലി ഇത് ആന്ധ്ര ഹൈവേന്ന് കുറച്ച് നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയത് ഒരു കാര്യം കാണിച്ചത്. നമ്മൾ ഈ ചെറിയ ബേക്കറിയിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. ഇവിടുത്തെ ബാർബർ ഷോപ്പ് നോക്കി കൊള്ളാല്ലേ. അപ്പോൾ ഇതാണ് മെയിൻ ഹൈവേ. ഇവിടെ നമുക്ക് ഡീവിയേഷൻ എടുത്തിട്ട് ഇവിടെ റൈറ്റ് എടുത്ത് പോകാം. ഇനി ഉള്ളതൊരു 100 കിലോ 170 150 കിലോമീറ്ററാണ്. പക്ഷേ ഇങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള റോഡാണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. റോഡൊക്കെ ചെറിയ റോഡാണ്. ശരിക്കും ഗ്രാമം, പച്ചപ്പ്, ഹരിതാപം എന്നൊക്കെ പറഞ്ഞാൽ കേരളം. ബാക്കിയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു പച്ചപ്പില്ല. എല്ലാം ഒരു ബ്രൗൺ കളറാണ്. ആ ശരി, ഒരു മല തുറന്ന് റോഡ് ഉണ്ടാക്കിയിരിക്കുക. ചെറിയൊരു ഡീവിയേഷൻ എടുത്തു. ഏതോ കാട്ടുകൂടെ ഒക്കെയാണ് പോകുന്നത്. ഓഫ് റോഡ്, പുതിയ റോഡിന്റെ പണിയായിരുന്നു. സ്കോർപ്പിയോ കയറില്ലേ? കട്ടക്കല്ലെടുക്ക്. സ്കോർപ്പിയോ കയറുന്നില്ല, നമ്മൾ കയറുമോ? ഓഫ് റോഡ് ഡ്രൈവാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അപ്പുറത്തൂടെ വേറെ വഴിയുണ്ടോ? റേസിംഗ് ചെയ്യുന്നല്ല, വണ്ടി കയറാത്തോണ്ടാ. എടുക്കല്ലേ കുഴിയുടെ പൊടി അടാ ഓക്കാകല്ല, ഓക്കാകല്ല. റോഡ് ക്ലോസ്ഡാ. ഇതാ റോഡ് ഇവിടെ പൊക്കം അവിടെ ഓഫ് റോഡാ. ഫ്രണ്ടില് സ്കോർപ്പിയോ ഉണ്ട്, അത് പറത്തിപ്പോയാണത്. നമുക്കും പറത്തിപ്പോ സ്കിഡാവുണ്ട്, കാരണം പൊടിയായതുകൊണ്ട്.
അങ്ങനെ നമ്മൾ ഓഫ് റോഡിങ് കഴിഞ്ഞ് വീണ്ടും ഹൈവേ കയറിയിരിക്കുന്നു. ഇത് വർക്ക് സ്കോർപിയോ ചേട്ടനാണ് നമ്മൾ സഹായിക്കുന്നത്. സ്കിൽഫുൾ ഡ്രൈവർ. അതായത് അവിടെ പൊടി കാണുന്നുണ്ടോ? എനിക്ക് കൊണ്ട് കീ അതുവരെ പോയി നമ്മുടെ ഫ്രണ്ടിലൊരു കീ ഉണ്ടായിരുന്നു, അതാണ്. തിരിച്ചു ചെയ്യാനായിരിക്കും പോകേണ്ടത്. തിരിച്ചു പോകണമെങ്കിൽ പണി കേട്ടോ, മഴയൊക്കെ പോയത് വള്ളിയായിരിക്കും ഇവിടെ അല്ലേ. എന്താ സംഭവം അറിയില്ല, എന്താണ് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. കുറെ ആൾക്കാര് പൈസ വാങ്ങിക്കാനായിരിക്കും. ദൈവമുണ്ടെന്ന് എന്താ പറഞ്ഞത് കത്തയിൽ എനിക്കും അറിയില്ലല്ലോ. ഇതാണ് ആ വലിയ ബ്രിഡ്ജ് വരുന്നത്. വലിയ പാലാണല്ലോ. കൊറേ സാധനം എടുക്കും, കുറച്ചധികം കാലം എടുക്കും. എലിവേറ്റഡ് ഹൈവേ. ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അതെ, ആന്ധ്ര ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ ചൈനീസ് ഫുഡ് കഴിച്ചു. ഒന്നാമത് നമുക്ക് പ്രോപ്പർ റെസ്റ്റോറന്റ് കിട്ടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. നമ്മൾ വന്ന റോഡ് കുറച്ച് അവിടെ ഒന്നാമത് റോഡ് പണിയാണ്. പിന്നെ ഹൈവേ ഉണ്ടെങ്കിലും ഗ്രാമത്തിൽ കൂടെ ഉള്ള ഹൈവേ ആണ്, വഴിയിലല്ല ആൾക്കാർ വന്ന് വണ്ടിയൊക്കെ തടയുന്നത്. അതുപോലെ അങ്ങനെ പ്രോപ്പർ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. പക്ഷെ 2-3 ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടേ, അതിലൊന്നായിരുന്നു ഇപ്പം ഞങ്ങൾ കഴിച്ചത്. ബിരിയാണി അത്ര ഫെസ്റ്റബിളാണോ ഈ ഏരിയയില്? സത്യം പറഞ്ഞൊരു മരുമൂന്നല്ല, എന്ത് ഫീലാണ് എനിക്ക് വരുന്നത്? മരുഭൂമി ഫീൽ. അതൊക്കെ എൻഡ്ലെസ് ആയിട്ട് വലിയ മലയും ജസ്റ്റ് ഒരു കുറ്റിച്ചെടികളും മാത്രമാണ്. അങ്ങനെ നമ്മളൊരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് ഗണ്ടിക്കോട്ടെ എത്തി. നമുക്കത് ഫോർട്ട് കാണാം, അതേപോലെ അവിടെയുള്ള ടെമ്പിളിൻ്റെ ഗോപുരമൊക്കെ കാണാൻ പറ്റും. കാണാണ്ടോ? നമ്മളാ കോട്ടറുള്ളിലേക്കാണ്. റാണിമഹൽ, ഗൺ ഫൗണ്ടറി, ഇതെല്ലാം ഈ കോട്ടയുടെ ഉള്ളിലെ മുകളിലെ സാധനങ്ങളായിരിക്കും. ചാർമിനാർ, ഫോർട്ട് എൻട്രൻസ്. നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ എൻട്രൻസിലാണ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഉള്ളിൽ കയറി പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പോവാ. നോർത്ത് അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് കനിയോൻ്റെ ഒരുപാട് പിക്ചേഴ്സും സംഭവങ്ങളും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രേറ്റ് കനിയോൺ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗണ്ടിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്നുള്ളൊരു ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതോ ആളുകൾ അവരുടെ പേരുകളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. കോട്ടറ ഉള്ളിലേക്ക് വണ്ടി അയച്ചു. സി ക്ലാസ്. ആക്ച്വലി ഇതിന്റെ ഉള്ളിലൊരു ഗ്രാമമുണ്ട്, ചെറുതായിട്ട് ചെറിയൊരു ഗ്രാമമുണ്ട്. ഇതാണ് മിനി ചാർമിനാർ. അവിടെ കണ്ടില്ലേ നമ്മള് മിനി ചാർമിനാർ? ഇതാണ് നമ്മുടെ ഹൈദരാബാദിലെ ചാർമിനാർ. യെസ്.
ഇതാണ് ക്യാമ്പ് സൈറ്റ്. സോ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. സമയം 5:20 നമ്മളിങ്ങനെ കുറച്ച് കറങ്ങി തിന്നൊക്കെ വന്നേ. യു വാണ സീ ഇതാണ് ഇവിടുത്തെ ടെന്റുകൾ. നമ്മൾ ഇതേപോലത്തെ ടെന്റിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. എന്താ സ്ഥലല്ലേ? ഇത് അതല്ലേ ഡാം? ഇതാണ് ഡാം തോന്നുന്നുണ്ട്. ഇതാണ് പെണ്ണാർ റിവർ. ഇതിനെ ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടെ സണ്ണ് സെറ്റായി തുടങ്ങി. നൈസ്. നേരത്തെ വണ്ടി കൊണ്ട് വന്നില്ലേ, അവിടെ നമ്മൾ ടെൻറ്റിൻ്റെ അവിടെ പോയി ടെൻറ്റൊക്കെ നോക്കി വീണ്ടും നടക്കാൻ സൺസെറ്റ് കാണാൻ ഇറങ്ങിയില്ല. നമ്മൾ നേരത്തെ കണ്ട ചാർമിനാർ. നമ്മൾ ഈ സണ്ണിനെ തേടി വരികയായിരുന്നു. ഇതാണ് വീഡിയോയില് ഭംഗിയൊന്നുമില്ല. ഈ സൈഡ് ഫുള്ള് വിൻഡുമില്ല. ഈ അമ്പലത്തിന്റെ ഗോപുരം കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ തുറക്കൊന്നും അറിയില്ല. ഇപ്പൊ അടഞ്ഞിട്ടാണുള്ളത് അല്ലേ? എന്തായിരുന്നു എന്റെ പേര്? മാധവരായിട്ട്. ഒരു പഴയ കോട്ടയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഗോപുരം. ഇതാണ് ഞങ്ങളുടെ ഒരു ടെന്റ്. രാവിലെ എണീച്ച് നേരെ അപ്പുറത്തേക്ക് ചാടിയാൽ മതി കുളിക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ നൈറ്റിലെ ക്യാമ്പ് സൈറ്റിൻ്റെ വ്യൂ. നിറയെ പശുക്കളും പട്ടികളാണ് കേട്ടോ. ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈം, ഡിന്നറിൻ്റെ ടൈമാണ്. എല്ലാവരും അവിടുത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം. നമുക്ക് ചപ്പാത്തി, ചിക്കൻ കറി ഉണ്ട്. നമ്മൾ ഐഷു വെജ് ആയതുകൊണ്ട് ഐഷുവിന് ദാലും റൈസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഗ്യാങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടെൻ്റെല്ലാം അവരുടെ ആണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെൻ്റ് ഉള്ളത് അപ്പുറത്തെയാണ്. കൊള്ളാം. നല്ല ചൂട് അത്ര ഇല്ല, നല്ല കാറ്റുണ്ട്. വെതർ കുറച്ച് ചൂടാണ്, പക്ഷെ ചൂട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എങ്ങനെയായിരുന്നു ഫുഡ്? നല്ലായിരുന്നു. ഈ വിളിച്ച പട്ടിയൊക്കെ പോകുന്നു. ഐശ്വന് ഫുൾ പിന്നാലെ പട്ടിയൊക്കെ പോകുന്നുണ്ട്. സോ ഫുഡ് ഓക്കെ ആയിരുന്നു. ചപ്പാത്തി ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ ഫുഡാണ്. പാക്കേജ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. എല്ലാവരും സൺറൈസ് കാത്തിരിക്കണം. സൺറൈസിന്റെ ടൈം കഴിഞ്ഞു. എവിടെ സൂര്യനെ കണ്ടോ? സൺറൈസ് ആണ്. സങ്കടമുണ്ട്. ഐസ് ഫസ്റ്റ് സ്ഥലം പിടിച്ചിട്ട് പറഞ്ഞ ആളുടെ സണ്ണ് വന്നില്ല. കേസ് സൺറൈസിന്റെ സമയം കഴിഞ്ഞിട്ട് ഫുൾ ക്ലൗഡിയ.
ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ടെൻറ്റുകൾക്ക് നമ്പർ. ഇത് ഓരോ ആളുകൾ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെൻറ്റിൻ്റെ നമ്പറുകളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് എനിക്ക് സീസൺ തിരക്ക് കുറവാണ്. വീക്കെൻഡായിട്ട് കൂടി തിരക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ട് വ്യൂ ഉള്ള ടെൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ടെൻറ്റിൻ്റെ ചാർജസ് ഞാൻ പറഞ്ഞല്ലോ. ടെൻറ്റിന് നമുക്ക് ടോട്ടലി ചാർജ് ആയിട്ടുള്ളത് 1000 rupees പെർ ഹെഡാണ്. അതിൽ നമ്മൾ വൈകിട്ട് വരുമ്പോൾ ഉള്ള ചായ, പിന്നെ രാത്രിക്കത്തെ നമ്മുടെ ഡിന്നർ വരുന്നുണ്ട്, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഇൻക്ലൂഡഡാണ്. ക്യാമ്പ് ഫയറും ഇൻക്ലൂഡഡാണ്. നമ്മൾ ക്യാമ്പ് ഫയർ എടുത്തില്ല, കാരണം അത്യാവശ്യം രാത്രി അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ പകൽ നല്ല തണുപ്പുണ്ട്, അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ എടുത്തില്ല. നമ്മൾ ടെൻറ്റിൻ്റെ അവിടെ താഴോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെള്ളത്തേക്ക് ഇറങ്ങാനല്ല, ആക്ച്വലി ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞത്. ബോട്ടിങ്ങിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇവിടെ ഇറങ്ങുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം, കാരണം ഈ പാറയൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള പാറ. ഇതൊരു പ്രത്യേക തരം പാറയാണ് അല്ലേ. നമ്മുടെ അവിടുത്തെ കരിങ്കല്ല് പോലത്തെ പാറയില്ല. ആക്ച്വലി ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോഴാണ് ഇതിന് എത്ര വീതി ഉണ്ടെന്ന് മനസ്സിലാവുന്ന കേട്ടോ. നോക്കിയേ, ഇതാ വഴിപോക്കിലൊരു മനുഷ്യൻ, കാട്ടുവാസിയാണ് തോന്നുന്നു. ജബാ ജബാ ജബാ. അങ്ങ് പോവാ. ഇതിനെ പോയാലാണ് നമുക്ക് മറ്റേ ഇതുള്ളത്, എന്താ പറയുക, ബോട്ടുള്ളത്. പക്ഷെ ബോട്ടിൻ്റെ ഒന്നും കണ്ടില്ല. നമുക്ക് ഇവിടെ പോയി നോക്കാം. അവിടെ ഒരു കുരങ്ങഴിക്കുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്ന് അടി വാങ്ങുമോ? വാവ്, നമ്മളിരുന്നത് ഇവിടെയാണ്. അവിടെ ചെറിയ ടെൻ്റ് കാണാൻ. ഇവിടെ ഫോർട്ട്, ഇവിടെ ഫോർട്ട്. അത് മറ്റേ ഗ്രേ ലങ്കൂർ അല്ലേ? Why he is alone here? ഇത് ഗ്രേ ലങ്കൂർ ആണല്ലോ. അതെന്നല്ല, ഇത് ഗ്രേ ലങ്കൂർ. ഇതാണ് ശരിക്കുള്ളതിൻ്റെ വ്യൂ. അതൊക്കെ നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് സൺറൈസ് കാണാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സൺറൈസ് നമുക്ക് അങ്ങനെ വരാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, വാവ്. അത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഇത്ര ഇങ്ങനെ വെള്ളം ഇത്ര കാണൂല. പക്ഷെ ഇതിൻ്റെ ശരിക്കും ഒരു ആ ഭീകരമായ വ്യൂ ഇവിടെയാണ് കേട്ടോ. Let's see the videos of Gandikota. ഈ രണ്ട് സൈഡിലുള്ള ഈ കൂറ്റൻ റെഡ് സ്റ്റോണുകളുടെ നടുവിൽ കൂടെ പോകുന്ന നദിയുടെ പേരാണ് പെണ്ണാർ റിവർ. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ നദി തന്നെ കൊത്തിയെടുത്തതാണ് ഈ പാറകൾ എന്നൊക്കെയാണ് പറയുന്നത്.
പിന്നെ ഈ കനിയോണിൻ്റെ കൂടത്തിൽ തന്നെ നമുക്കിവിടെ ഗണ്ടിക്കോട്ട, പിന്നെ ആ കോട്ടയുമായി ബന്ധപ്പെട്ട് 1-2 ടെമ്പിൾസ് അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാം ഒരു 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു ഡിസംബർ ജനുവരി സമയത്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യാമ്പിങ്ങിന് പറ്റിയൊരു എൻവറോൺമെൻറ്റും കൂടി ആയിരിക്കും. ഇവിടെ സാധാരണ എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് നിയർസ്റ്റ് സിറ്റിയിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം രാത്രി ക്യാമ്പ് സ്റ്റേ ചെയ്ത് ഒരു സൺറൈസും ഒരു സൺസെറ്റും കണ്ടിട്ടാണ് പോവാറ്. അത് കാണാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറലി ഫോം ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇവിടുത്തെ സൺറൈസ് സൺസെറ്റ് ആൻഡ് ഓൾസോ ക്യാമ്പിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ കോട്ടയ്ക്കുപരി ആക്ച്വലി എല്ലാവരും ഈ വ്യൂവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വരാറ്. ഇവിടെ വന്നിട്ട് നമുക്ക് കാണുന്ന ആ സൺസെറ്റും സൺറൈസും അടിപൊളിയാണ്. ആ സൺസെറ്റ് സമയത്ത് ആക്ച്വലി നമുക്ക് ആ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് ആ 2 മലകൾക്കിടയിൽ നമ്മുടെ നോട്ട് ബുക്ക് പോസ്റ്റ് കാർഡ് പിക്ചർ എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഏർലി മോർണിംഗ് ബോട്ടിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആന്ധ്രാപ്രദേശിക്ക് എന്തായാലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം. ഇവിടെ പണ്ട് ഇത് ആക്ച്വലി ഇത് കാണുന്നതെല്ലാം ഫുള്ള് കോട്ടയുടെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നതെല്ലാം കോട്ടയാണ്. അവിടെ നമുക്ക് ഇങ്ങനെ സൂം ചെയ്താൽ പണ്ട് രാജാവ് കുളിക്കാൻ വരുന്ന കുളിക്കടവ് കാണാൻ പറ്റും. കുളിക്കട തന്നെ ആയിരിക്കില്ലേ ആവണം. ഇവിടെ നിന്നൊരു വ്യൂ നോക്കിയേ, വാവ് പൊള്ളി. ഇതിന്റെ വലിപ്പം ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്. അതാ ബോട്ട് പോകുന്ന നോക്കിയാ നല്ല രസമുണ്ട് സാധനം പോകുന്നത് കാണാൻ. ഓക്കെ, വി ആർ ഡിസൈഡിങ് വി ആർ ഓൾസോ ഗോയിങ് ഫോർ ബോട്ടിങ്. വലിയ തിരക്കില്ല തോന്നുന്നു ഇപ്പൊ. ആ ബോട്ട് പോകുന്ന വഴി ഫുള്ള് ബീച്ച്. ഫുള്ള് വീഡിയോഗ്രാഫി സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്താറായി. തിരിച്ചല്ല, ബോട്ടിങ്ങിൻ്റെ അവിടെ എത്താറായി. ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കയറാൻ വലിയ സുഖമാണെന്നാണ് തോന്നുന്നത്. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പോകുന്ന കണ്ടായിരുന്നു. നമ്മളങ്ങനെ ബോട്ടിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് ചോദിച്ചേക്കാം. 500 രൂപയാണെന്നാണ് നമ്മൾ കയറി പോകുന്ന ചേട്ടന്മാർ പറഞ്ഞത്. ഇതാ ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ. പിന്നെ അവിടെ പഴയൊരു സംഭവങ്ങളൊക്കെ, പഴയ രാജാവിൻ്റെ കുളിക്കടവായിരുന്നിരിക്കണം. മുന്നേ ആക്ച്വലി ശരിക്കുള്ള വഴി ഉണ്ടാവായിരുന്നിരിക്കില്ല, നമ്മൾ വന്നേം കാട്ടി. ആ കിളികളുടെ കൂടാണിത്.
അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് മല കയറാൻ ആരംഭിച്ചിരിക്കുന്നു. അയ്യ, 2 അടി ആണെന്ന് പോയി കുറച്ച് കയറിയപ്പോഴേക്കും ക്ഷീണിച്ചു. അത് വലിയ ക്ഷീണിച്ചോ മൊത്താ? ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഇനി എല്ലാവരും തിരിച്ചു പോവാണ്. എവരിവൺ ഈസ് ടയർഡ് അല്ലേ? എന്റെ മോച്ച് വെയിലത്ത് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞു. അങ്ങനെ വെയില. ഇതൊക്കെ രാവിലെ നേരത്തെ മാത്രം വരാൻ പറ്റിയ സ്ഥലം. ഞങ്ങൾ പോകുമ്പോ ഒരു ബേലം കേവ്സും കൂടെ വഴിയിലുണ്ടായിരുന്നു. പക്ഷെ അതൊരു 68 കിലോമീറ്റർ ഡീറ്റോർ ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടു അല്ലേ? നമ്മൾ ഇന്ന് നല്ലൊരു ബിരിയാണി കഴിക്കുന്ന ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു. ഉച്ചയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഗണ്ടിക്കോട്ട? നല്ല വ്യൂ ആയിരുന്നു. സൺറൈസ് കിട്ടിയില്ല. സൺറൈസ് ക്ലൗഡ്സ് കാരണം കിട്ടിയില്ല. നല്ല സുഖമുണ്ട്. നമ്മൾ റൂം എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി. ടെന്റൊക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല സ്ഥലമാ. ഒരു ഡിസംബർ ഒക്കെ വന്ന നൈസ് ആയിരിക്കും. അല്ലെങ്കിൽ ജനുവരി എന്തായാലും വൺസ് അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റിയ സ്ഥലമാണ്. എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഭയങ്കര ദൂരം. അതാ പ്രശ്നം. പെട്ടെന്ന് വന്നു പോകാനൊന്നും പറ്റില്ല.